തിരുവനന്തപുരത്ത് BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന മുൻ കൗൺസിലർ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തിരികെ BJPയിലെത്തി. പൂജപ്പുര വാർഡിലെ നിലവിലെ കൗൺസിലറും BJP ജില്ലാ കമ്മിറ്റി അംഗവുമായ B. വിജയലക്ഷ്മിയുടെ കോൺഗ്രസ് പ്രവേശനത്തിന് വെറും ഒരു ദിവസത്തെ ആയുസ്സാണുണ്ടായത്. കിങ്ങിണിക്കുട്ടൻ്റെ ആ ഷാളിൻ്റെ കാശ് അങ്ങനെ പോയി കിട്ടി. ശാസ്ത്രജ്ഞയായിട്ടുള്ള ഡോക്ടർ വിജയലക്ഷ്മിയെ ആദരിക്കാനെന്ന് പറഞ്ഞ് വിളിച്ച് DCC ഓഫീസിൽ കോൺഗ്രസിൽ ചേർന്ന ഒരു വ്യാജ വാർത്തയുണ്ടാക്കിയ കോൺഗ്രസിന് തിരിച്ചടി നൽകിക്കൊണ്ട് BJPയുടെ സജീവ പ്രവർത്തകയായി പൂജപ്പുര രാജലക്ഷ്മിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ നേതാവ് നരേന്ദ്രമോദിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമതി വിജയലക്ഷ്മി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് നല്ലൊരു കയ്യടി എല്ലാവർക്കും. വിജയലക്ഷ്മി ടീച്ചർ വളരെ പരിണത പ്രജ്ഞയായ ഒരു നല്ല മികച്ച പൊതുപ്രവർത്തകയാണ്. DCC ഓഫീസിൽ വരുമ്പോൾ ആദരിക്കാൻ വേണ്ടി വന്നതല്ല എന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ എന്താണ് അതിനിടയ്ക്ക് സംഭവിച്ചതെന്നുള്ള അറിയില്ല. എന്തായാലും കൊണ്ടും കൊടുത്ത് മുന്നേറുകയാണ്. തലസ്ഥാന നഗരം പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് മുന്നണികൾ. എന്ത് സംഭവിക്കുന്നത് യാദൃശ്യമാണ്. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 7:45-8 മണി സമയത്ത് ഞാൻ പൂജപ്പുര ജംഗ്ഷനിലെത്തുമ്പോൾ വിജയലക്ഷ്മി ടീച്ചർ ഒരു കാറിൽ വന്ന് ഏതാനും പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു BJP വേദിയിൽ പോയിട്ട് വരുന്ന വരവായിരിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന വരവായിരിക്കാം. ഇപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ രണ്ടും കൂടെ കണ്ടപ്പോഴാണ് ഈ മാറ്റവും മറിച്ചിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ മാധ്യമങ്ങൾ പരാമർശിക്കപ്പെടാതെ പോകുന്ന ഒരു പേരുണ്ട്. ഒരു കാലത്ത് കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന K. മുരളീധരനാണ് അത്. അദ്ദേഹത്തിൻ്റെ പിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലീഡർ, വളരെ വളരെ പ്രശസ്തനായ കോൺഗ്രസ് നേതാവ്, അതിലുപരി മികച്ച ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ ഈ മുരളീധരൻ മൊത്തം 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ 6 എണ്ണത്തിലും തോറ്റു തുന്നം പാടാനായിരുന്നു വിധി. കേവലം 3 തെരഞ്ഞെടുപ്പിൽ മാത്രമായിരുന്നു ജയിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാനം മത്സരിച്ച 2 തെരഞ്ഞെടുപ്പിലും ഇയാൾക്ക് പരാജയമായിരുന്നു. ഇതാ പുത്തൻ ദൗത്യമായിട്ട് അയാൾ തിരുവനന്തപുരത്ത് കിടന്ന് കറങ്ങിയാണ്. അതാണെങ്കിൽ അങ്ങനെയായി. അങ്ങനെ പരാജയങ്ങളുടെ ഒരു നീണ്ട നിര ഏറ്റുവാങ്ങാനായിരിക്കാം ഒരുപക്ഷെ K. മുരളീധരൻ്റെ വിധി. അതുമാത്രം പക്ഷേ ഒരു മാധ്യമങ്ങളും പരാമർശിക്കുന്നില്ല. കുറച്ച് കാലമായി തിരുവനന്തപുരത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെ ഒപ്പിച്ചെടുത്തതാണ് ഈ BJP നേതാവിനെ. പക്ഷേ അതിന് ഒരൊറ്റ ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിൽ നിന്നാണോ K. മുരളീധരൻ മത്സരിക്കുന്നത് എന്നറിയില്ല. പക്ഷേ BJP നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുന്ന വ്യക്തിയാണ് K. മുരളീധരൻ. ആ തെരഞ്ഞെടുപ്പിലും അവർ പണി കൊടുക്കും എന്ന കാര്യം ഉറപ്പാണ്.